ഇത്ര നാളും എനിക്ക് തോന്നാത്തൊരു കാര്യം നീ ചെയ്തേ. അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്റെ ഈശ്വര, ഇപ്പഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. കുറെ നേരമായിട്ട് മിഥുനേട്ടന്റെ മുഖം ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ നിന്നോട് കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വന്നതാ. എന്നാ പറഞ്ഞു. ഏട്ടത്തി, സോറി. എടാ വിവേക, കേറി വാടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോവാൻ നിൽക്കുന്നേ? മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം ഏട്ടത്തി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ വന്ന സമയം. ഹലോ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കോൺട്രാക്ട് കിട്ടിയതിന് ഞാനൊരു കൺഗ്രാറ്റ്സ് പറഞ്ഞതേ ഉള്ളൂ. അത് ഇങ്ങനെയും പറയാലേ. കൺഗ്രാറ്റ്സ് അപ്പൊ ഇങ്ങനെയും പറയാം. അല്ലാതെ പിന്നെ കൺഗ്രാറ്റ്സ് മാത്രല്ലേ പറഞ്ഞുള്ളൂ. അവനോരോ ചോദ്യങ്ങൾ കൊണ്ട് വന്നിരിക്കുക. നിങ്ങളെ ഇതുപോലെ ഒരിക്കലും എന്റെ കൈ കിട്ടൂടാ. ഏട്ടത്തി, ഓഫീസിലും വീട്ടിലും നിങ്ങൾ ഫുൾ ടൈം ഇപ്പൊ ഒന്നിച്ചാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ്സ് വീട്ടിൽ വെച്ച് നടത്തിയാ പോരെ. വല്യേട്ടനിപ്പോ ഓഫീസും വീടും ഒരുപോലെ. വിവേക, അതല്ല, വല്യേട്ടന്റെ കംഫർട്ടബിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളേ. നിന്നെ ഇതെടുത്ത്. വേണ്ട, മീറ്റിംഗ് ഇപ്പൊ തുടങ്ങും. രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നേക്കണേ. അവിടെ നിക്കണം. ചാരു, മോളെ ചാരു. ചാരു ഇവിടെ ഇല്ലല്ലോ ജയദേവേട്ട. അവളെവിടേക്കാ പോയത്? മഞ്ചരിയും ചാരും കൂടെ പുറത്തേക്ക് എവിടെയോ പോയതാ. എന്താ, മഞ്ചരിയുടെ കൂടെ ചാരു പുറത്തേക്ക് പോയെന്നോ? അതിനെന്തിനാ ജയദേവേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മഞ്ചരി പ്രേതവും ഭൂതവും ഒന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള ആൾ തന്നെയല്ലേ. മഞ്ചരി എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, ജയദേവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ചാരുവിനെ എന്തിനാ വിളിച്ചത്? ഒന്നുമില്ല, നീ പോയി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? ചാരു എന്തിനാ മഞ്ചരിയുടെ കൂടെ പുറത്തേക്ക് പോയത്? മഞ്ചരിയെ കുറിച്ച് ചാരുവിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പേരിൽ ഇവിടെ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഇനി എന്ത് കള്ളം പറഞ്ഞിട്ടാണോ മഞ്ചരി ചാരുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയത്? ഇതൊക്കെ കാണുമ്പോ ഭാർഗവ പണിക്കർ പറഞ്ഞതുപോലെ ആപത്തുണ്ടാകുമെന്നാ തോന്നുന്നേ. എല്ലാവരും തമ്മിലടിപ്പിക്കാനുള്ള മഞ്ചരിയുടെ പ്ലാനാണെന്നാ തോന്നുന്നേ. ജയദേവേട്ട, ജയദേവേട്ട, ഇതാ വെള്ളം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ മുതൽ എന്തോ ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല പ്രിയമതേ. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തിനായിരിക്കും അത് മറച്ചു വെക്കുന്നത്? ഏട്ടത്തി, ഈ കോൺട്രാക്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഭയങ്കര സന്തോഷത്തില്ല. എന്തായാലും ഈ സക്സസ് നമുക്ക് ഗ്രാൻഡ് ആയി സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം. എന്തിനാ വിവേക് നമ്മൾ ആവശ്യമില്ലാത്ത ചെലവുണ്ടാക്കുന്നത്? പാർട്ടി നടത്താൻ ചെലവാക്കുന്ന പണം നമ്മൾ നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സന്തോഷിക്കല്ലേ ഉള്ളൂ. അത് പോരെ മേഘന, നമ്മൾ ഇതുപോലെ ഗെറ്റ് ടുഗദറൊക്കെ നടത്തണം. ഇതുപോലുള്ള പാർട്ടി ഓഫീസിലുണ്ടായാൽ മാത്രമേ സ്റ്റാഫിനൊരു സന്തോഷമാവൂ. പിന്നെ പിറ്റേന്ന് മുതൽ ഇരട്ടി ഉത്സാഹത്തോടെ പണിയെടുക്കുകയും ചെയ്യും. മിഥുനേട്ടന്റെ ഇഷ്ടം പോലെ, മിഥുനേട്ടൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യാം. അയ്യോ, ഇത് വെറും എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് മാഡം.
ചെയർമാൻ എന്ന നിലയിൽ ഡിസിഷൻ എടുക്കേണ്ടത് മാഡമാണ്. വലിയേട്ടാ പറഞ്ഞത് ശരിയാ. ചെയർമാന്റെ തീരുമാനം തന്നെയാണ് ഫൈനൽ. മേഡം പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം മേഡം. ഇത് കൊള്ളാലോ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് എന്നെ കളിയാക്കാണല്ലേ? അയ്യോ, ചെയർമാനെ ഞങ്ങൾ കളിയാക്കാനോ? ഞങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല മാഡം. എന്നാ പിന്നെ നിർത്തുന്നതാ നല്ലത്. നിങ്ങൾ എന്നെ ഇങ്ങനെ ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയർമാൻ സ്ഥാനം ഉടനെ തന്നെ രാജിവെക്കും. അയ്യോ എന്റെ പൊന്നെ ഏട്ടത്തി, ഏട്ടത്തി വന്നേ പിന്നെ കമ്പനി ഒന്നുകൂടെ പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഏട്ടത്തി എങ്ങനെ രാജിവെച്ച് പോയാലേ അടുത്ത ചെയർമാൻ കയറുമ്പോ കമ്പനി മുടിഞ്ഞു പോവും. അതെന്താടാ, ഞാൻ അത്രയ്ക്ക് മോശമെന്നാണോ? ആഹാ, അയ്യോ അങ്ങനെയല്ല വല്യേട്ടാ. ഏട്ടത്തി അനിയനും ഒരു ടീമാണെന്ന് എനിക്കറിയാം. നീ അല്ലെങ്കിലും അവളെയല്ലേ സപ്പോർട്ട് ചെയ്യൂ? അതൊക്കെ അത്ര തന്നെയുള്ളൂ. ഏട്ടത്തി സപ്പോർട്ട് ചെയ്യാൻ അനിയനായി കൂടെ നിൽക്കേണ്ടത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഏട്ടത്തിന്റെ ടീമാ. താങ്ക് യു വിവേക്. ഏട്ടത്തി, നമുക്ക് ആ കോൺട്രാക്ട് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചാരുവിന് ഉറപ്പായി നല്ല സന്തോഷം ഉണ്ടാവും. ഞാനാദ്യം ഫോൺ ചെയ്ത് പറയാന്ന് വിചാരിച്ചേ, പക്ഷെ നേരിട്ട് പോയി മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ അവള് സർപ്രൈസ് ആവില്ലേ? അതാ ഞാൻ ഫോൺ ചെയ്തായിരുന്നേ. എന്റെ ഫ്രണ്ട്സ് എല്ലാം വളരെ റിച്ച് ആണ് ചാരു. ദിവസവും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നവരാ. ആ കാശിനൊന്നും വേണ്ടി അവരാരെയും ഡിപ്പെൻഡ് ചെയ്യാറൊന്നുമില്ല. എന്താന്ന് വെച്ചാ അവരുടെ ഭർത്താക്കന്മാരെല്ലാം ഒരുപാട് സമ്പാദിക്കുന്നവരാ. അതുകൊണ്ടാ കാശിന്റെ കാര്യത്തിലൊക്കെ അവരൊന്നും നോക്കാത്തത്. ചാരുവിനെപ്പോഴും മേഘനയുടെ തീരെ സന്തോഷാ വലുത്. എന്റെ ചേച്ചി അങ്ങനെ ചെയ്യും, എന്റെ ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏട്ടത്തിക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, അത് അവൾക്ക് സംഭവിച്ചതുപോലെ തന്നെ അവളുടെ ഫീലിങ്സ്. നിന്റെ ചേച്ചി വിജയിച്ചു എന്നുള്ളതൊക്കെ സത്യ, പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. അവളുടെ ആ വിജയത്തെ അവൾ ഒരിക്കലും നീയുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഇന്ന് തന്നെ നീ കണ്ടതല്ലേ, നിന്റെ ചേച്ചി കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നവളാ. എന്നിട്ട് നീ 1,00,000 രൂപ ചോദിച്ചപ്പോ അവള് തന്നില്ലല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ പോലും അവളെ ഏട്ടത്തിയുടെ കാര്യം തന്നെ കൂടുതൽ സംസാരിക്കാറ്. വിവേകേ, ഒരു അനീതിയായ അങ്ങനെ തന്നെ വേണം. നിന്നെ കൊണ്ട് എനിക്കെന്ത് ഗുണമുള്ളത്? എന്നെ സപ്പോർട്ട് ചെയ്ത് നീ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ചാരുവിനോടെങ്കിലും നീ എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ? എന്താ മിഥുനേട്ടാ, മിഥുനേട്ടന് അസൂയ തോന്നുന്നുണ്ടോ? പിന്നെ ഉണ്ടാവില്ലേ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. നിന്റെയും നിന്റെ ഭർത്താവിന്റെയും ഭാവി നിന്റെ തന്നെ കയ്യിലാണ് ചാരു. എന്തു പറ്റിടാ? അറിയില്ല ഏട്ടാ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്തിനാ വണ്ടി നിർത്തേ? പഞ്ചറായി വല്യേട്ടാ. സ്റ്റെപ്പിനി ഇല്ലേ? അകത്തൊരെണ്ണം ഉണ്ടെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ നീ ഇറക്ക്, നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വല്യേട്ട തന്നെ കഷ്ടപ്പെടുന്നേ. ഞാൻ ഇപ്പൊ തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് തരാം. ഏട്ടത്തെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് പോവാം. ഈ ടയർ മാറ്റിയിടാൻ കുറച്ച് സമയം എടുക്കും ഏട്ടത്തി. അത്രയും നേരം നിങ്ങൾ വെറുതെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അതൊന്നും സാരമില്ലടാ, നീ ആ സ്റ്റെപ്പിനിങ് എടുക്ക്, നമുക്കത് മാറ്റിയിടാം. സ്റ്റെപ്പിനിയിൽ കുറച്ച് പണിയുണ്ട് വല്യേട്ടാ. ഞാൻ മെക്കാനിക്കിനോട് വരാൻ പറയാം. എന്നാ പിന്നെ വിളിക്കേ, അയാൾ വന്ന് ടയർ മാറിയിട്ട് നമുക്ക് പോവാം. മെക്കാനിക്ക് വന്ന് സ്റ്റെപ്പിനി മാറ്റാൻ സമയം എടുക്കില്ലേ? അത്രയും നേരം നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ദേ നോക്ക്, ക്യാബ് എത്തി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ നീ ക്യാബും ബുക്ക് ചെയ്തോ വിവേക്? ഞാനങ്ങ് എത്തിക്കോളാം ഏട്ടത്തി, നിങ്ങൾ പോവാൻ നോക്ക്. എന്നാ ശരിടാ, കഴിയുന്നതും വേഗം പാട്ടോ, സൂക്ഷിക്കണേ. ശരി വല്യേട്ടാ. അവിടെ ആ കിടക്കുന്നത് നമ്മുടെ കാറല്ലേ? നമ്മുടെ വിവേകല്ലേ ടയർ മാറ്റിയിടുന്നത്?
ഡ്രൈവർ കാറൊന്ന് നിർത്തി. വിവേക്, ചാരു, നീ എന്താ ഇവിടെ? രണ്ടുപേരും എങ്ങോട്ട് പോയതാ? ചെറിയൊരു കിറ്റി പാർട്ടിക്ക് വേണ്ടി പുറത്തു പോയതാ. കിറ്റി പാർട്ടിയോ? വിവേക് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് കണ്ണു കാണുന്നില്ലേ? ടയർ പഞ്ചറായി, അത് മാറ്റിയിടുക. വിവേക് എന്താ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ? ചേച്ചിയും മിഥുനേട്ടനും എവിടെ? അവരിപ്പോ ക്യാബിൽ വീട്ടിലേക്ക് പോയി. ഈശ്വരൻ എന്തായാലും എന്റെ കൂടെ തന്നെ കൂടിയെന്ന് തോന്നുന്നത്. അതെന്താ വിവേക്, നിന്നെ ഇവിടെ നിർത്തി അവര് പോയോ? ഞാൻ അവരോട് പോവാൻ പറഞ്ഞത്. അങ്ങനെ നീ പോവാൻ പറഞ്ഞോ? നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിവേക് നന്ദൻ കുടുംബത്തിന്റെ അനന്തരാവകാശിയാ. നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ചാരു? പറഞ്ഞത് മനസ്സിലാക്കി തരാം, വന്നേ. ചാരു, വരാൻ. ചാരു, പറയട്ടെ. എന്റെ പ്ലാനൊക്കെ വളരെ പെട്ടെന്ന് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. മിഥുൻ, എന്താ അറിയുമേ? നിങ്ങൾ മാത്രമേ വന്നോളൂ? വിവേക് എവിടെ പോയി? ആ വിവേക് അവൻ രാവിലെ മര്യാദയ്ക്ക് ടിഫിൻ പോലും കഴിച്ചിട്ടില്ല. ഓഫീസിൽ പോണെന്ന് പറഞ്ഞ് നിങ്ങൾ ധൃതി പിടിച്ചപ്പോ കഴിക്കാൻ എടുത്ത പ്ലേറ്റ് അങ്ങനെ വെച്ചിട്ട് പോയി. ഉച്ചക്കെങ്കിലും അവൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചല്ലോ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാ കഴിച്ചത്. ഇന്ന് നമ്മുടെ ഓഫീസിൽ വളരെ നല്ലൊരു കാര്യം നടന്നു. എന്റെ മകൻ അതുകൊണ്ട് ഉപയോഗം ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല മിഥുൻ. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചല്ലേ ഓഫീസിലേക്ക് പോയത്? അപ്പൊ മൂന്നുപേരും ഒരുമിച്ചല്ലേ വരേണ്ടത്? വിവേക് എവിടെ പോയി? ഞങ്ങളുടെ കാറ് വഴിയിൽ വെച്ചൊന്ന് പഞ്ചറായി ചെറിയമ്മേ. അങ്ങനെ ഞങ്ങളെ ക്യാബിൽ അയച്ചിട്ട് വിവേക് കാറ് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അവിടെ തന്നെ നിൽക്കാണ്. ഓ, അവനെ അവിടെ റോഡിൽ വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ക്യാബിൽ കയറി വന്നു അല്ലേ? ഞങ്ങളുടെ കൂടെ വരാൻ അവനോട് പറഞ്ഞതാ. അവൻ തന്നെയാ വാശി പിടിച്ചത്. അവൻ എന്ത് വാശി പിടിക്കാനാ? വിവേക് എന്നാണ് അവന്റെ പേരെന്ന് അറിയില്ലേ? എന്റെ മകൻ നിങ്ങളുടെ ഡ്രൈവർ ആണെന്നാണോ വിചാരിച്ചത്? പ്രായം കൊണ്ട് അവൻ നിന്റെ അനിയനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കുടുംബത്തിലും കമ്പനിയിലും വിവേകിനും നിന്നെ പോലെ തുല്യ അവകാശം ഉള്ളത്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് എന്തിനാ വെറുതെ സീരിയസ് ആക്കുന്ന ചെറിയമ്മേ? ഇതൊരു ചെറിയ വിഷയമാണോ? അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നിനക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായേനെ. അവനെ ഒരു ഡ്രൈവറായിട്ടും ജോലിക്കാരനായിട്ടും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്ക് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് പോലുമില്ല. മിഥുനേട്ടൻ ഒരിക്കലും വിവേകിനോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല ചെറിയമ്മേ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഉദ്ദേശം ഇല്ലെങ്കിൽ ഒരു ഡ്രൈവറിന് സാലറിക്ക് വെച്ചാ പോരെ? വിവേകിനെ കൊണ്ട് എന്തിനാ ഡ്രൈവ് ചെയ്യിക്കുന്നത്? നിങ്ങൾക്ക് സുഖിച്ച് കാറി പോവാൻ അവനെ നിങ്ങൾ ജോലിക്കാരനാക്കി. നിങ്ങൾ അവനെ നിങ്ങളുടെ പാവയാക്കി. ഞങ്ങളെല്ലാം ഒരുമിച്ച് കാറിൽ പോവുകയാണെങ്കിൽ കമ്പനി കാര്യങ്ങളെല്ലാം ഒരുമിച്ച് സംസാരിക്കാമല്ലോ. കാറിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി സീക്രട്സ് എല്ലാം പുറത്തു പോവില്ലേ? അതുകൊണ്ടാണ് ഡ്രൈവറെ വെക്കാത്തത്. എന്നാ പിന്നെ നിനക്ക് തന്നെ ഡ്രൈവ് ചെയ്യാലോ മിഥുൻ. എപ്പോഴും വിവേകിനെ കൊണ്ടല്ലേ നിങ്ങൾ ഡ്രൈവ് ചെയ്യിക്കാറുള്ളത്? അവനെ എപ്പോഴും നിങ്ങൾ ഒരു ജോലിക്കാരനായി മാത്രം എന്തിനാ കാണുന്നത്? പ്രിയമതേ, നീ എന്തൊക്കെയാ പറയുന്നത്? മിഥുനും വിവേകും സഹോദരങ്ങളാ. അവർക്കിടയിൽ ഇങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല. അത് ജയദേവേട്ട മാത്രം അംഗീകരിച്ച പോരാ.
മിഥുൻ അത് മനസ്സിലാക്കണം, ഈ മേഘനെ അത് മനസ്സിലാക്കണം. അവനെ ഇവര് കൂടി ബഹുമാനിച്ചേ പറ്റൂ. ഒരു ചേട്ടനോട് അനിയന് എപ്പോഴും ബഹുമാനം ഉണ്ടാവണം ചെറിയമ്മേ. പക്ഷെ അനിയനോട് ചേട്ടന് സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. വിവേകിനെ ഞങ്ങൾ ഒരിക്കലും ഒരു ജോലിക്കാരനായി കണ്ടിട്ടില്ല. അവസാനം വരെ രാമനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ലക്ഷ്മണനെ പോലെ തന്നെയാ വിവേകിനെ മിഥുനേട്ടൻ സ്നേഹിക്കുന്നത്. അതെ, എന്റെ മകന്റെ ജീവിതം ലക്ഷ്മണനെ പോലെ തന്നെയാ. ഈ പറയുന്ന ലക്ഷ്മണൻ പോലും കല്യാണം കഴിച്ച ഭാര്യയെയും സംരക്ഷിക്കേണ്ട രാജ്യത്തെയും ഉപേക്ഷിച്ചല്ലേ ഏട്ടന്റെ കൂടെ വനവാസത്തിനായി പോയത്. എന്നിട്ട് കാട്ടിൽ വെച്ച് ഏട്ടനും ഏടത്തിക്കും വേണ്ടി പലതും സഹിക്കേണ്ടിയും ത്യജിക്കേണ്ടിയും വന്നില്ലേ? ഇപ്പൊ എന്റെ മകനും അതുപോലെ തന്നെയാ. നിങ്ങൾക്ക് വേണ്ടി ഒരു കൂലിക്കാരനെ പോലെ വെറുതെ പണിയെടുത്തോണ്ടിരിക്കുക. നീ ഇതെന്തൊക്കെയാണ് പ്രിയമതയെ പറഞ്ഞു കൂട്ടുന്നത്? നീ ഇവരുടെ ചെറിയമ്മയല്ലേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഈ പറയുന്നത് കേട്ട ചാരുവിന് വിഷമാവൂലേ? ഇതൊക്കെ കേട്ട് വിഷമിക്കാൻ അവള് വീട്ടിലില്ലല്ലോ. 24 മണിക്കൂർ ചേച്ചിയുടെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കാന്നല്ലാതെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ അവക്ക് എവിടെ സമയം? എന്റെ മകന്റെ കാര്യം ഞാനല്ലാതെ ഈ വീട്ടിൽ മറ്റാരും ശ്രദ്ധിക്കുന്നില്ല. ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചെറിയമ്മയുടെ മനസ്സിൽ കിടക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചെറിയമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ. അത് പറയേണ്ടത് ചേച്ചിയാണ്. ആദ്യം ചേച്ചിയുടെ മിഥുനേട്ടന്റെ ഉദ്ദേശം എന്താന്ന് ഞങ്ങളോട് പറയൂ. ചാരു, ചാരു, നിങ്ങൾ രണ്ടുപേരും എന്റെ ഭർത്താവിനെ ആരായിട്ടാ കാണുന്നേ? ചാരു, വിവേക് ഒന്നും പറയണ്ട. വിവേക് നിങ്ങളുടെ ജോലിക്കാരനാണോ? ഡ്രൈവറാണോ? പി എ ആണോ? പ്യൂണാണോ? അതോ നിങ്ങളുടെ കൂലിക്കാരനോ? വിവേകിനെ നിങ്ങൾ ആരായിട്ടാ കാണുന്നത്? ഹേയ് ചാരു, നീ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അവളുടെ ചോദ്യത്തിൽ എന്ത് തെറ്റാ ഉള്ളത്? അതിന് നീ ഉത്തരം പറയും മേഘനെ. നിന്റെ അനിയത്തി ചോദിച്ചത് നീ കേട്ടില്ലേ? ഞാൻ ചേച്ചിയുടെ അനിയത്തി തന്നെയാണ്, സമ്മതിച്ചു. വിവേകും മിഥുനേട്ടന് സഹോദരങ്ങളുമാണ്. പക്ഷേ എല്ലാവർക്കും അവരുടേതായ സ്ഥാനങ്ങൾ നൽകിയേ പറ്റൂ. പക്ഷെ ആ വിലയും സ്ഥാനവും നിങ്ങൾ വിവേകിന് ഒരിക്കലും നൽകിയിട്ടില്ല. ചാരു, മതി നിർത്ത്.